ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ രാത്രി മൂങ്ങ നൈറ്റ് ഓൺ റൈഡും കയ്യിൽ ഇന്നൊരു ചൂര ഇട്ടിട്ടുണ്ട്. കണ്ടാ, നല്ല കിടിലം വലിയ ചൂരയാണ്. ഇതിനെ കട്ട് ചെയ്ത് ചട്ടിയിലാക്കാനുള്ള പ്ലാനാണ്. ഫൈനലി ഗൈസ്, മീനിന്റെ സ്കിന്നോട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത അറിഞ്ഞും കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കുകയാണ്. സോ ഗൈസ്, ഫൈനലി ഞങ്ങൾ അറിഞ്ഞും മുറിഞ്ഞും വെട്ടിക്കഴിഞ്ഞ് ഇത് കറിക്ക് വേണ്ടി ഇത് തലക്കറി, ഇതും തലക്കറിക്ക് പോകുന്ന കഷ്ണങ്ങളാണ്. ഇത് വറക്കാനുള്ള കഷ്ണങ്ങളുമുണ്ട്. സോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ മീൻ ചട്ടിയിലിട്ടത്. സോ ദാണ്ടെ തലക്കറി വെക്കാനുള്ള പ്ലാനിലാണ്. ചട്ടിയിൽ സംഭവങ്ങൾ മീൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വൺ സൈഡ് അത് അവിടെ ഇരിക്കട്ടെ. അതിന് ചേർക്കേണ്ട മസാല വലുതായിട്ടൊന്നുമില്ല, എല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനമാണ്. നമ്മുടെ ചെറിയുള്ളി ചതച്ചത്, മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് ബേസിക്ക്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു തക്കാളി, പുളിക്ക് വേണ്ടി. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഇച്ചിരി മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട്, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത ഒരു പേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ദ കേരളാസ് മോസ്റ്റ് വാണ്ടഡ് കുടംപുളി. സോ ഗൈസ്, ചട്ടി ചൂടായി. അപ്പോൾ എല്ലാ വീട്ടിലും ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ കൂട്ട് തന്നെ വെളിച്ചെണ്ണ. സോ നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ചാണ് ഞാൻ ഇതിൻ്റെ 2 സ്പൂണാണ് ഒഴിക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും അടുത്ത ആൾക്കാരെ നമുക്ക് ഓരോന്നോരോന്ന്. ഓക്കെ, അപ്പോൾ ഗൈസ്, സ്റ്റെപ്പ് 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക എണ്ണ ചൂടായി കഴിഞ്ഞിട്ട്. അപ്പൊ ഗൈസ്, വെളുത്തുള്ളി മുരിഞ്ഞു വന്നപ്പോൾ അടുത്ത സാധനമാണ് നമ്മുടെ ഇഞ്ചി, ഇടിച്ചു വെച്ച ഇഞ്ചി. ഓക്കെ, അതിനെ എടുത്ത് തട്ടുന്നു. അപ്പോ ആ ഇഞ്ചിന്റെ ഒരു ഇച്ചിരി സ്മെല്ല് പോയി കഴിയുമ്പോഴത്തേക്കും അടുത്ത ആശാൻ സാമ്പാർ ഉള്ളി. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 4. അപ്പൊ ഗൈസ്, ഏകദേശം ഉള്ളി വരണ്ടൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയുള്ള മുളകും അങ്ങിട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി ഇച്ചിരി മഞ്ഞൾ പൊടി. സോ ഗൈസ്, ഇതെല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, പുളി വരാൻ വേണ്ടിയുള്ള നമ്മുടെ തക്കാളി ഇടാൻ പോവാണ്. സോ ഇതാണ് ഫസ്റ്റ് ബേസ്, നമ്മുടെ തലക്കറിക്ക് വേണ്ടുന്ന ഫസ്റ്റ് ബേസിക് ബേസ്. ചാറ് അരച്ച് വെച്ചേക്കുന്ന മസാല. ഇതിനകത്ത് ഉലുവയുണ്ട്, മുളക് പൊടിയുണ്ട്, മുളക് വറുത്തതുണ്ട്, പിന്നെ നമ്മുടെ ഇതുണ്ട്, ഇത് പറയുന്നത് കുരുമുളക് പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്ത്. അത് കഴിയുമ്പോഴത്തേക്കും ഈ പേസ്റ്റ് ഇങ്ങോട്ട് ഇട്ടാൽ മതി. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ബേസ് മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇച്ചിരി വെള്ളവും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മറക്കരുത്, കുടംപുളി നല്ലോണം കഴുകി വെള്ളം ഒഴിച്ച് വെച്ച കുടംപുളിയും ഇങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗൈസ്, ഇതെല്ലാം ചേർക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്, ഉപ്പിടാൻ വേണ്ടി. സോ ആവശ്യത്തിന് ഉപ്പാണ്. BP ഉള്ളവർ കുറച്ചിടുക, BP ഉള്ള കൂടുതൽ ആൾക്കാർ കുറച്ച് കൂട്ടിയിടുക. ഓക്കെ, അപ്പോൾ ഗൈസ്, അങ്ങനെ എന്താ പറയുന്നത്, സാധനം ഇച്ചിരി ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ തല, കഴുകി വെച്ച തല എടുത്ത് കറിയിനകത്തോട്ട് ഇടുന്നതാണ്. സോ ഗൈസ്, അങ്ങനെ മീനൊക്കെ ചട്ടിച്ചിട്ടായി. പിന്നെ ഇനി കുറച്ചു നേരം വേവാൻ വേണ്ടി വെക്കുകയാണ്. ഓക്കെ, വെന്ത് വരും. അപ്പോൾ ഗൈസ്, എൻ്റെ തലക്കറി റെഡി ആയിട്ടുണ്ട്. കുളമീൻ സോ നമ്മുടെ ടെസ്റ്ററിന്റെ തലക്കറി റെഡിയാക്കുവാണ്. സോ ഇന്നത്തെ ടെസ്റ്റർ നമ്മുടെ പ്രശാന്തൻ തന്നെയാണ്. ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക. മണം അടിച്ച് വിളിപ്പിക്കാൻ നിങ്ങൾ എന്ത് ഒരു ട്രോളിനൊരു വകയുണ്ടായിരുന്നു. തലക്കറി വാ, നിങ്ങൾക്കാണ് തലക്കറി ഉണ്ടാക്കിയത്. ഗൈസ്, നമ്മുടെ ടെസ്റ്റർ ഉറപ്പായിരുന്നു, വിളിച്ചുണർത്തിയിട്ടുണ്ട്. പ്ലീസ് ടെസ്റ്റ് ചെയ്തിട്ട് കറി എങ്ങനെയുണ്ടെന്ന് പറയും. അടിപൊളിയാണോ?
കാര്യമായിട്ടും ഭാവിയുണ്ടോ? അപ്പൊ അത് മതി ഗൈസ്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാണ്. ബാക്കി എല്ലാ ടീംസും അവിടെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ടാറ്റ, സി യു, ബൈ.